ഇന്ത്യ സഖ്യത്തിന്റെ കൂടിയാലോചനകളുടെ വിശദാംശങ്ങൾ നൽകാൻ നിതിൻ അംബുജനും ഡൽഹിയിൽ നിന്ന് ചേരുന്നു. തത്സമയം നിതിൻ, പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് രാഹുൽ ഗാന്ധി തന്നെ എന്ന് ഉറപ്പിക്കാമോ? അതുപോലെ തന്നെ ഡെപ്യൂട്ടി സ്പീക്കർ എന്ന അവകാശവാദം ഉന്നയിക്കാനും ഇന്ത്യ സഖ്യം ആലോചിക്കുകയാണ്. വേണു സൂചിപ്പിച്ച പോലെ തന്നെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് ആരെന്ന ചോദ്യവും ഇപ്പോഴും ശേഷിക്കുന്നുണ്ട്. നാളെയാണ് പ്രവർത്തക സമിതി യോഗം ചേരാനിരിക്കുന്നത്. നാളത്തെ പ്രവർത്തക സമിതി യോഗത്തിൽ രാഹുൽ ഗാന്ധി തന്നെ പ്രതിപക്ഷ നേതാവാകണം എന്നൊരു ആവശ്യം തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം 2014-ലും 2019-ലും ഉണ്ടായ സാഹചര്യമല്ല. 2019-ൽ കേവലം ഒരു 3 സീറ്റുകൾക്ക് മാത്രമാണ് ഈ പ്രതിപക്ഷ നേതൃസ്ഥാനം നഷ്ടപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായത്. അതിനുശേഷം 7 പഴി രാഹുൽ ഗാന്ധി കേട്ടിരുന്നു. പിന്നീട് രാഹുൽ ഗാന്ധി നടത്തിയ ഇടപെടൽ മാത്രമല്ല, നരേന്ദ്രമോദിക്കെതിരെ ശക്തമായ നിലപാട്, ഭാരത് ജോഡോ യാത്ര അടക്കമുള്ള കാര്യങ്ങളാണ് പാർട്ടിയുടെ തിരിച്ചുവരവിന് കാരണമെന്നാണ് കോൺഗ്രസ് പൊതുവെ ഉണ്ടായിരുന്ന വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ഭൂരിഭാഗം PCCകളും അതോടൊപ്പം തന്നെ മുതിർന്ന നേതാക്കളടക്കം രാഹുൽ ഗാന്ധി തന്നെ പ്രതിപക്ഷ നേതാവാകണം എന്നൊരാവശ്യം പരസ്യമായി തന്നെ ഇപ്പോൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ രാഹുൽ ഗാന്ധി എന്ന പേരിലേക്ക് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം എത്തുന്നത്. വൈകാതെ അതിലൊരു അന്തിമ തീരുമാനം ഉണ്ടാകും. ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളടക്കം ആ ഒരു ആവശ്യമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. അതോടൊപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇന്ത്യ സഖ്യത്തിലും ഇതേ ആവശ്യം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കാരണം ഇന്ത്യ സഖ്യത്തിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷി കോൺഗ്രസ് ആണ്. സ്വാഭാവികമായിട്ടും കോൺഗ്രസ് ആണ് ഇതിലൊരു തീരുമാനം എടുക്കേണ്ടത്. കോൺഗ്രസ് എന്ത് തീരുമാനം എടുത്താലും അതിനെ അംഗീകരിക്കും. രാഹുൽ ഗാന്ധി ആകുന്നതിൽ തങ്ങൾക്ക് എതിർപ്പില്ല എന്ന് തന്നെയാണ് ശിവസേനയും അറിയിച്ചിരിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് രാഹുൽ ഗാന്ധി തന്നെ പ്രതിപക്ഷ സ്ഥാനത്ത് എത്തുമെന്ന കാര്യത്തിൽ ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു. അതിന് രാഹുൽ ഗാന്ധി എന്തെങ്കിലും വിമുഖത കാട്ടിയാൽ മാത്രമേ മറ്റ് പേരുകളിലേക്ക് പോകാൻ ഇടയുള്ളൂ. പക്ഷേ അതിനുള്ള സാഹചര്യം നിലവിലില്ല. കാരണം 2014-ലും 2019-ലും പാർട്ടി കനത്ത പരാജയം നേരിട്ടൊരു പശ്ചാത്തലത്തിലാണ് പദവികളിൽ നിന്നും രാഹുൽ ഗാന്ധി വിട്ടുന്നൊരു സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ ഏതാണ്ട് 99 സീറ്റിൽ ലഭിച്ച് മിന്നും വിജയം നേടി ഇപ്പോൾ കോൺഗ്രസിനെ തിരിച്ചുവരേണ്ട ഒരു പാതയിലേക്ക് രാഹുൽ ഗാന്ധി കൊണ്ടെത്തിക്കുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ ഈ ഒരു പദവി ഏറ്റെടുക്കാൻ തന്നെയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി തീരുമാനിക്കുക. അത്തരമൊരു സമ്മർദ്ദം എന്തായാലും കോൺഗ്രസും അതോടൊപ്പം ഇന്ത്യ സഖ്യ നേതാക്കളും രാഹുൽ ഗാന്ധിക്ക് മേൽ നൽകുന്നുണ്ട്. വേണു, നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.